മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പുതിയ മേൽനോട്ട സമിതിയുടെ പരിശോധന ആരംഭിച്ചു. ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായി നിയമിച്ച പുതിയ 7-അംഗ നിരീക്ഷണ സമിതിയാണ് പരിശോധന നടത്തുന്നത്. കാലവർഷത്തിന് മുമ്പും കാലവർഷ സമയത്തും അണക്കെട്ടിൽ ആവശ്യമായ പരിശോധന നടത്തേണ്ടതും പുതിയ സമിതി അംഗങ്ങളാണ്. വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നുണ്ട്. ജെറിൻ, മുല്ലപ്പെരിയാറിൽ മേൽനോട്ട സമിതി എത്തിയിരിക്കുന്നു. ആരൊക്കെയാണ് പുതിയ അംഗത്തിലുള്ളത്? പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജെറിൻ. ഷിബിൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പുതിയ രൂപീകരിച്ച മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോൾ സന്ദർശിക്കുകയാണ്. പുതിയ സമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് ഇപ്പോൾ നടത്തുന്നത്. ദേശീയ രാജ്യരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ സമിതിയാണ് അണക്കെട്ടിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാങ്കിന്റെ ഗവേഷണ ഉദ്യോഗസ്ഥനും ഡൽഹിയിലെ ദേശീയ ദുരിതാശ്വാസ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമാണ് സംഘത്തിൽ അംഗങ്ങളായിട്ടുള്ളത്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പും കാലവർഷ സമയത്തും അണക്കെട്ട് സന്ദർശനം നടത്തി തീരുവകൾ വിലയിരുത്തേണ്ടത് നിലവിൽ ഈ സമിതിയാണ്. ഇവിടെ ആദ്യ പരിശോധന നിലവിൽ പുരോഗമിക്കുകയാണ്. ഏതായാലും ഉച്ചകഴിഞ്ഞ് ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഒരു യോഗവും വിളിച്ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിലാകും ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ചർച്ചകളുണ്ടാകും. വള്ളക്കടവ് വഴിയാണ് തിരിച്ചുവരുന്നത്. അതോടൊപ്പം തന്നെ ബോട്ടിന്റെ വിഷയങ്ങളൊക്കെ ഉന്നയിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും റെയിൽവേ ഡാം അണക്കെട്ട് ഷട്ടറുകളൊക്കെ പരിശോധിക്കുകയും എല്ലാം കഴിയും. അണക്കെട്ട് പുരോഗമനം കുറഞ്ഞിരിക്കുന്നതിനാൽ തന്നെ വലിയ രീതിയിലുള്ള നടത്താൻ സാധ്യതയുണ്ട്.